ഐറ്റമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുന്നത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് വിഷു കളക്ഷനിൽ. അപ്പോൾ വിഷു കളക്ഷനിൽ കൊണ്ടുവന്ന ഒരു സെറ്റ് സാരിയാണിത്. ഇത് ടിഷ്യൂ ആണ്. ടിഷ്യൂ സെറ്റ് സാരിയിൽ ഇങ്ങനെ ഒരു മറൂൺ ആൻഡ് ഒരു കരിനീല, ഈ ബ്ലൗസിൻ്റെ കളറാണ് ഈ ഒരു ഗ്രീൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു അടിപൊളി ടിഷ്യൂ സാരിയാണ് ഇത്. ഇപ്പം ക്ലൈമറ്റ് അത്ര നല്ല അല്ലാത്തതുകൊണ്ടാണ് ഇതത്ര മനസ്സിലാവുന്നത്. പക്ഷെ ഭയങ്കര ഷൈനി ആയിട്ടുള്ള, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് സാരിയാണ് ഇത്. 6.2 മീറ്റർ 6.25 മീറ്റർ സാരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് വണ്ണം ഇല്ലാത്തവർക്ക് കട്ട് ചെയ്യാം. ഇത്തിരി വണ്ണമുള്ളവരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഇതിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ്, ഇതിൻ്റെ ഒരു മെറൂൺ ഡബിൾ ഷെയ്ഡ് ഉണ്ട് ഈ ഒരു ബ്ലൗസ് പീസിന്. അപ്പോൾ ഇതുപോലെ കിട്ടും എല്ലാ കടയിലും. കോഴിക്കോട്ടൻ്റെ ബ്ലൗസ് കിട്ടും. അല്ലെങ്കിൽ മെറൂൺ ബ്ലൗസ് ഉണ്ട്, മെറൂൺ വേണമെങ്കിൽ എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലീവിന് വേണ്ടി മാത്രമുള്ളൊരു പീസ് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ സ്ലീവ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ മെറൂണിൻ്റെ താഴെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. പിന്നെ എങ്ങനെ വേണമെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്യാം. ഇത് ഭയങ്കര രസമല്ലേ കാണാൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു കളർ കോമ്പിനേഷൻ, ഈ ഒരു മെറൂൺ ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് പെട്ടെന്ന് തീർന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു വൈൻ ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇതാണ് ആ ഷെയ്ഡ്. അപ്പോൾ ഇത് വന്നത് തന്നെ ലേറ്റായിട്ടാണ്. അതുകൊണ്ട് ഇതെനിക്ക് ഒരു തിരുവാതിര ടീം ഒരു ഫോറിനിലേക്ക്, വിദേശത്തേക്ക് ഞാൻ അയച്ചിരുന്നു. ഇതിൻ്റെ ഒരു 10-16 പീസോളം ഞാൻ പുറത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ്. വയലറ്റ് ഒരു എന്താണ്, ശരിക്കും ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ സാരിയുടെ ഒരു കളർ വരുന്നത്. ഇത് മെറൂൺ ആണെങ്കിൽ ഇത് വയലറ്റാണ്. ഇത് ഭയങ്കര രസമാണ് കാണാൻ. ഇതിനും ഇതേ കളർ തന്നെ ബ്ലൗസ് പീസ് ചെയ്യും ഈ ഒരു ബ്ലൗസ്. കാരണം ഈ ഒരു കളറാണ് ഇതിലും വരുന്നത്. ഈ ഒരു കളറാണ് ഭയങ്കര രസമാണ്. ഇത് ബോഡിയിൽ ഇതിൽ ഫുൾ ബോഡി സ്ട്രൈപ്സ് വരുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ഞാൻ ഇതിലൊന്നും അയൺ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് വെറുതെ കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിനൊട്ടും അയൺ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. കാരണം അത്രയും ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇത്. ഒരാളുടെ ഹെൽപ്പ് താഴെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ ഇത് നിൽക്കുമാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. ഇത് ഒരിക്കലും ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ടിഷ്യൂവേ അല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇത്തവണ വന്നതിലൊരു പുതിയ ഷെയ്ഡ് ഇതാണ്. ഇതാണ് ഒരു പുതിയ കളർ കോമ്പിനേഷൻ ഇത്തവണ വന്നത്. ഇതൊരു പ്യുവർ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ബ്രൈറ്റ് റെഡും ബ്രൈറ്റ് ഗ്രീനും ആണ് ഇത്തവണ വന്നൊരു ഷെയ്ഡാണിത്. ഇതൊക്കെ തിരുവാതിരക്കാർക്ക് സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരിയായിട്ട് കൊടുക്കുന്നവർക്ക് ഇതും ഭയങ്കര രസമാണ്. ഈ കോമ്പിനേഷൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കണ്ട. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ വരും. പല്ലു പോർഷനാണ് ഇത്. ഇതിന് ടാസൽസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കെട്ടിയതാണ് വരുന്നത്. ഭയങ്കര നല്ല ബ്രൈറ്റ് റെഡ് ബ്ലൗസ് ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഇതാണ് വേറൊരു ഷെയ്ഡ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ഒരു സെറ്റ് സാരി. ടിഷ്യൂവിൽ വന്ന അല്പം റിച്ച് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല കസവ്. ഇതിൻ്റെ കസവിന് പ്രത്യേകത വെച്ചാൽ സാധാരണ ടിഷ്യൂവിനെല്ലാം ഭയങ്കര മഞ്ഞ കളർ കസവാണ്. അപ്പോൾ ഇതിൻ്റെ കസവ് എന്ന് പറയുന്നത് നല്ല ഗോൾഡാണ്, അതായത് ക്വാളിറ്റി ഉള്ള ഗോൾഡാണ്. ഒരിക്കലും ഇത് യെല്ലോ കളറല്ല. അതിനെ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. ആ ടിഷ്യൂസ് എല്ലാം പൊതുവേ നല്ല മഞ്ഞ കളർ, ഇങ്ങനെ ഒരു ഭയങ്കര ഇടിവെട്ട് കളർ പോലെ ഇരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി സട്ടിലായിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കസവാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് അടുത്ത ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇത് റെഡ് ആൻഡ് ഗ്രീനും പിന്നെ വന്നതാണ് ഈ ഒരു വൈൻ ഷെയ്ഡ്, ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. പിന്നെ വന്നതാണ് ഈ ഒരു മറൂൺ ഷെയ്ഡ്. അങ്ങനെ 3 കളർ കോമ്പിനേഷനിലാണ് ഇത്തവണ ഈ ടിഷ്യൂ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടിരിക്കട്ടെ. കാരണം ഒരുപാട് നീണ്ടു പോയാൽ ബോറിംഗ് ആവും.
അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയാക്കി ചുരുക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ബൾക്ക് ഓർഡേഴ്സും എടുക്കുന്നതായിരിക്കും. ഇൻ്റർനാഷണൽ കൊറിയേഴ്സ് ആർക്കെങ്കിലുമൊക്കെ പുറത്തേക്ക് അയക്കണം, അല്ലെങ്കിൽ അവിടെയൊക്കെ ഓണം സെലിബ്രേഷൻസിനൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതായിരിക്കും. എങ്ങനെ വേണമെങ്കിലും എത്തിച്ചേരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.